വടകര മടപ്പള്ളിയിൽ ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്ന ഭാഗത്ത് മണ്ണിടിഞ്ഞു വീണിട്ട് ഒരു വർഷമായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധമുയരുന്നു. സോയിൽ നെയിലിംഗ് നടത്തിയ മുക്കാളി, മടപ്പള്ളി, മൂരാട് ഭാഗങ്ങളിൽ മണ്ണിടിഞ്ഞിട്ട് ഒരു വർഷത്തോളമായി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിലാണ് മണ്ണിടിഞ്ഞതിന്റെ ബാക്കി ഭാഗമുള്ളത്. ഇവിടെ നിന്ന് ഒരു തരി മണ്ണ് പോലും ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. ജനപ്രതിനിധികളും ഭീഷണി നേരിടുന്ന കുടുംബങ്ങളും നാട്ടുകാരുമെല്ലാം പലതവണ അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും ഇതിന് പരിഹാരമായിട്ടില്ല. ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ അന്ന് മാറ്റി താമസിപ്പിച്ചിരുന്നു. എന്നാൽ ഒരു മാസത്തെ വാടക മാത്രമാണ് ഇവർക്ക് നൽകിയത്. വാടക കൊടുക്കാൻ കഴിയാതെ കുടുംബങ്ങൾ വീണ്ടും ഭീഷണി നേരിടുന്ന വീട്ടിലേക്ക് തന്നെ തിരിച്ചുവന്നു. കുടുംബങ്ങൾക്ക് മാത്രമല്ല ഭീഷണി ഉയർത്തുന്നത്. ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തിയും ഇപ്പോൾ ആശങ്കയിലാണ്. ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണ് ഇവിടുത്തെ ഇടിഞ്ഞതിന്റെ ബാക്കി ഭാഗം ഉള്ളത്. ഭീഷണി നേരിടുന്ന കുടുംബങ്ങളുടെ ഭൂമി ഏറ്റെടുത്ത് പുനരധിവാസം നടത്താമെന്ന് ആദ്യഘട്ടത്തിൽ അധികൃതർ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് അതിൽ നിന്നും പിന്മാറി. കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി കെട്ടി സുരക്ഷ ഒരുക്കാമെന്ന വാക്ക് നൽകി. പിന്നീട് അതിൽ നിന്നും പിന്മാറുകയായിരുന്നു. വീണ്ടും ഇവിടെ സോയിൽ നെയിലിംഗ് നടത്താൻ കരാർ ഏറ്റെടുത്ത കമ്പനി തീരുമാനിച്ചു. എന്നാൽ ഒരു കാരണവശാലും ഇവിടെ സോയിൽ നെയിലിംഗ് പറ്റില്ലെന്ന് നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും MLA, MP എന്നിവരും ഉറപ്പിച്ചു പറഞ്ഞു. ഇതോടെ ഈ ഭാഗത്ത് ജിയോ ഫിസിക്കൽ റിപ്പോർട്ട് പ്രകാരം ചെരുവുകളിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയായ ആറിവാൾ നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഇതിന്റെ പ്രവൃത്തിയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. മുക്കാളിയൊക്കെ ഉള്ള സ്ഥിതി വെച്ചാൽ അവിടുത്തെ 5ഓളം കുടുംബങ്ങൾ ഇപ്പം നിരാലംബരാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഭയത്തോടു കൂടിയാണ് ഓരോ ദിവസവും അവരവിടെ താമസിക്കുന്നത്. ആ ഭൂമി ഏറ്റെടുക്കണം, അത് എക്വയർ ചെയ്യണം എന്നുള്ളത് അവിടുത്തെ ആളുകളുടെയും ഞങ്ങളുടെയൊക്കെ നിരന്തരമായ ആവശ്യമാണ്. അതിന് ഒരു പരിഗണനയും തന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു കാര്യങ്ങളും അന്വേഷിക്കാതെ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ, പ്രായോഗികമായ ഒരു പരീക്ഷണവും നടത്താതെ, ഒരു പഠനങ്ങളും നടത്താതെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഗുരുതരമായ ഭവിഷ്യത്തിലേക്കാണ് പോകുന്നത്. ഈ പ്രശ്നത്തിൽ ശക്തമായ പ്രതിഷേധം നടക്കുന്നതിനിടെ വടകര പഴങ്കാവിലും സോയിൽ നെയിലിംഗ് പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഇതിനകം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും സ്ഥലത്ത് പ്രവൃത്തി പുനരാരംഭിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. ഓരോ ഭാഗത്തെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കി വേണം പ്രവർത്തികൾ നടത്താനെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന പ്രശ്നത്തിന് ഉടൻ പരിഹാരം വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ശരണ്യ അനൂപ്, ദൂരദർശൻ, കോഴിക്കോട്.